ഹായ് ഹലോ 90കളിലെ മറക്കാനാവാത്ത ഓർമ്മകളിലെ മിഠായിയാണ് നമ്മുടെ തേൻ മിഠായി. അത് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കടായി വെച്ച് അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. പൊടിക്കാത്തത് പൊടിച്ചതായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണം ഫ്ലെയിം ഓൺ ആക്കാൻ. അത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അത് ഏത് പരുവാവണമെന്ന് വെച്ചാൽ നമ്മുടെ നൂൽപ്പരുവം എന്നൊക്കെ പറയില്ലേ, അത്രയും നാവണ്ട, അതിനിടയ്ക്കുള്ള ഒരു സ്റ്റേജിൽ അത്രയും മതി. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റി ഒഴിച്ച് വയ്ക്കുക. അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ദോശമാവാണ് എടുത്തത്. അതൊരു ബൗളിലേക്ക് എടുത്തതിന് ശേഷം അതിലേക്ക് സൂപ്പർ റെഡ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ, എന്നിട്ട് അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ബേക്കിംഗ് സോഡയും സൂപ്പർ റെഡും ഒന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത്, മാവ് ഒരുപാട് ലൂസാവാൻ പാടില്ല. ഈ തരത്തിൽ വേണം ഇരിക്കാൻ. ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് അടുത്തായിട്ട് കടായി വെച്ച് കൊടുക്കാം. കടായിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ആവശ്യാനുസരണം ഒഴിച്ചതിന് ശേഷം അതൊന്ന് മൂക്കാൻ വയ്ക്കാം. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാവ് ചെറിയ സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ, അതായത് ഒട്ടിപ്പിടിക്കാതെ അകത്തി വേണം ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം ഈ ബോൾസ് എല്ലാം ഒന്ന് മൂത്തെന്ന് മനസ്സിലാകുമ്പോൾ മറിച്ചും തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് എടുക്കാവുന്നതാണ്. അതുപോലെ ഒരുപാട് ക്രിസ്പി ആവാൻ പാടില്ല കേട്ടോ. ഒരു ഇടത്തരത്തിൽ വേണം നമ്മൾ മറിച്ചിട്ട് കോരിയെടുക്കാനായിട്ട്. ഇതുപോലെ ഞാൻ പല തവണയായിട്ട് പല ബാച്ചസായിട്ട് ഈ മാവിട്ട് കൊടുത്ത് പല തവണയായിട്ട് ഇത് കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ. കോരിയെടുത്തതിന് ശേഷം ഇതുപോലെ തണുക്കാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പിലേക്ക് ഈ ബോൾസ് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഈ ഷുഗർ സിറപ്പെല്ലാം പിടിച്ചതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിലേക്ക് ഇതെല്ലാം എടുത്ത് മാറ്റിയ ശേഷം ഞാൻ കുറച്ച് ആഡംബരത്തിനായിട്ട് കുറച്ച് നട്ട്സ്, അതായത് ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ.